ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ പേരിൽ ഏറ്റവും അടുത്ത സ്നേഹിതർ വരെ തമ്മിൽ തല്ലി ചാകുന്ന കാലമാണിത്. മതത്തിന്റെ പേരിൽ വേർതിരിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും കൂട്ടിയിണക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഗൂഢമായി കരുക്കൾ നീക്കുന്ന സംഘാസംഘികളുടെ കാലം. ഈ കാലത്താണ് സകല മത അസഹിഷ്ണുതകളെയും പരിഹസിച്ചുകൊണ്ട് നാട്ടിൽ ഡിങ്കമതം ഉയർക്കുന്നത്. ബാലമംഗളത്തിലൂടെ മലയാളികളെ കോരിത്തെരിപ്പിച്ച ഡിങ്കനെ ദൈവമായി കണക്കാക്കുന്ന പാരഡി മതം. സകല മതങ്ങളുടെയും സമകാലിക കുത്തിത്തിരിപ്പുകളെ മുഖമടച്ച് വിമർശിക്കുന്ന പ്രകടനങ്ങളുമായി നടന്ന ഡിങ്കമത മഹാസമ്മേളനം കണ്ടില്ല എന്ന് നടിക്കാൻ എന്തായാലും ഡെമോക്രസിക്ക് കഴിയില്ല. കപ്പയും ചക്കയുമാണ് ഡിങ്കമതവുമായി ബന്ധപ്പെട്ട പ്രധാന ഇനങ്ങൾ. കപ്പ ആരാധനയ്ക്ക് വിധേയമാകുന്നതാണ്. എന്നാൽ ചക്ക അങ്ങനെയല്ല. ഡിങ്കോയിസ്റ്റായ മീട്ടുമുയൽ ചക്ക വീണാണത്രേ ചത്തത്. അതുകൊണ്ട് ഡിങ്കോയിസ്റ്റുകളുടെ ചക്ക പുരാണമാണ് ആദ്യം. ആരെക്കുറിച്ച് എന്ന് മാത്രം ചോദിക്കരുത്. ഒരു വിഷമിപ്പിക്കുന്ന നെഞ്ചുപൊട്ടുന്ന ഒരു കഥയാണത്. ഡിങ്കോയിസ്റ്റായ മിട്ടുമുയൽ ചക്ക വീണ് ചത്തത്. നിങ്ങളൊക്കെ തമാശയായിട്ടല്ലേ പറയുന്നത് ചക്ക വീണ് കൊടിയത്തു. അത് തമാശയ്ക്ക് അങ്ങനെ തമാശ പറയുന്ന പ്രശ്നമാണെന്ന് പലർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. പല പത്രക്കാർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തമാശ പറയുന്നത് ശ്രദ്ധിച്ചു പറയും. അപ്പോൾ ചക്ക വീണ് മുയൽ ചത്തോളം അന്ന് മുതൽ ആ മുയലെ പിന്നെ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ആ മുയലാണ് ഭൂമിയിൽ നിന്ന് വിട്ടുപോയിട്ട് ചന്ദ്രനിൽ നിൽക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ ചന്ദ്രനിൽ മുയലിനെ? വിട്ടുമുയലാണത്. നിങ്ങളില്ല, വിട്ടുമുയലാണ്. കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ അമ്മമാര് ഇതേ മുയല് എന്ന് പറഞ്ഞ് കൊടുക്കില്ലേ, അതാണ്. അപ്പോ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നതാണ് വിട്ടുമുയലിനെ. അപ്പൊ ഈ ചക്ക എന്ന് പറയുന്നത് ചീത്ത സാധനമാണെന്ന് നമ്മൾ തീരുമാനിച്ചു. ഡിങ്കോയിസ്റ്റുകൾ തീരുമാനിച്ചു ചക്ക ചീത്തയാണ്. അപ്പൊ ഈ ചക്ക എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഒന്നിച്ചു കൂടി കല്ലെറിയും. കല്ലൊന്നും അറിയില്ല, കല്ലൊക്കെ എറിഞ്ഞാൽ പരിക്കുപറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ കുറച്ച് പത്രങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ആ പത്രങ്ങൾ ചുരുട്ടിയത്. അപ്പൊ പത്രങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പൊ ഈ പത്രങ്ങൾ ബഹിഷ്കരണം എന്താ വെച്ചാൽ ഇവര് ഈ ചക്കയെ പറ്റി എഴുതുന്നുണ്ട് പല സ്ഥലത്തും. ചക്ക വരട്ടി എന്ന് പറഞ്ഞൊരു പാചകരംഗത്തിൽ ഞാൻ കണ്ടുവരും പത്രത്തില്. ചക്ക വരട്ടിയത് ചക്ക ചീത്തയാണ്. അപ്പൊ അത് ചക്കയെ പറ്റി എഴുതുന്ന പത്രങ്ങളൊക്കെ ഞങ്ങൾ ബഹിഷ്കരിക്കും. ചക്കയെ പറ്റി നാളൊരു ചാനലിൽ വന്നു. ചാനൽ ബഹിഷ്കരിക്കാൻ TV കത്തിക്കണോ വേണ്ടെന്നുള്ള ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയില്ല, പക്ഷെ TV കത്തിക്കാൻ വീട്ടിൽ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോ പത്രം വരേണ്ട എല്ലാവരും എനിക്ക് വേണ്ടത് സ്ഥലമാണ്. നടുക്കിലാണ് സ്ഥലം വേണ്ടത്. അവിടെ ചക്ക കൊണ്ടുവരണം. തീർത്ത ചക്ക അത് ആരെങ്കിലും എടുത്തു കൊണ്ടുവരണം. അവിടെ നിന്ന് അതിനവിടെ കൊണ്ടുവയ്ക്കുക. ഈ കടലാസങ്ങൾ ചുരുട്ടുക. ആ ദേഷ്യം വരണമെങ്കിൽ ചക്ക ഈ കുട്ടുമോയിന്റെ തലയ്ക്കോട് വീഴ്ചോ ആ രംഗം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യത് ഇങ്ങനെ ബഹിഷ്കരിച്ച പത്രം വയ്ക്കും. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഞങ്ങളതിന് ദേഷ്യം കയറുന്ന പത്രം കയറ്റി വയ്ക്കും. അപ്പൊ അതിന് ചുരുടും. ഇനി ചക്കയെ കല്ലെറിയൽ. എന്തിനാണ് പാവപ്പെട്ട ചക്കയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എല്ലാ ചക്കയും വീണ് എല്ലാ മുയലുകളും നാട്ടിൽ ചാകുന്നുണ്ടോ? ഈ ചക്കയുടെ കുരുവിന്റെ കാര്യം എടുത്തു. ഈ ചക്കയുടെ കുരു മാങ്ങയും ചെമ്മിനും ഇട്ട് കറി വെച്ചാൽ ആ കറി കൂട്ടാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതിനെ എറിഞ്ഞു വീഴ്ത്തു. ഈ ചക്കയുണ്ടാക്കുന്ന പ്ലാവ്, ഈ പ്ലാവിന്റെ തടി വെട്ടിയെടുത്ത് നിങ്ങൾ ഫർണിച്ചർ ഉണ്ടാക്കുന്നില്ലേ? സെറ്റിയും സോഫയും ഉണ്ടാക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള ഫർണിച്ചർ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കെന്തറിയൂ? അപ്പോൾ ചക്ക അത്ര മോശമല്ല എന്ന് മനസ്സിലായില്ലേ? ഡിങ്കമതം എല്ലാം തിരുത്താൻ കൂടിയുള്ളതാണ്. ലോകത്ത് എവിടെ കിട്ടും ഇമാതിരി ഒരു മതം? എന്തും തിരുത്താനുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം കണ്ട് ഡിങ്ക മഹാസമ്മേളനത്തിനെത്തിയവരും വികാരാധീനരായി. അതൊരു ഇടവേള കൂടി കഴിഞ്ഞ് ഈ മതത്തിലല്ലാതെ എവിടെ കിട്ടും ഇങ്ങനെ